നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ശക്തമായ മഴയാണ് എല്ലാ ജില്ലയിലും. എന്നാൽ മഴ ലഭിക്കാത്ത നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായിക്കോട്ടെ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള തത്രപ്പാടിലുമാണ്. ദില്ലിയിൽ വായു മലിനീകരണം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. 352 ഇന്ന് രേഖപ്പെടുത്തിയ ശരാശരി എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. മിക്കയിടത്തും വായു ഗുണനിലവാരം സൂചിക 350 മുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആനന്ദ് വിഹാർ, അക്ഷർധാം എന്നിവിടങ്ങളിൽ ഇത് 400 മുകളിലാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്ക്. കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് വീണ്ടും ക്ലൗഡ് സീസിംഗ് നടത്തുമെന്നാണ് പറയുന്നത്. മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ദില്ലിയിൽ സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ ക്ലൗഡ് സീഡിംഗ് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഫലമല്ല നൽകിയത്. ദില്ലിയുടെ അന്തരീക്ഷത്തിലുള്ള മേഘങ്ങൾക്ക് ഈർപ്പം കുറവായതാണ് തിരിച്ചടിക്ക് പ്രധാന കാരണം. എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്ന് നോക്കാം. മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തി മഴയുടെ അളവ് കൂട്ടാനോ അല്ലെങ്കിൽ കൃത്രിമമായി മഴ പെയ്യിക്കുവാനോ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ രീതിയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത്. മഴ പെയ്യിക്കാനുള്ള മേഘങ്ങളുടെ സ്വാഭാവികമായ കഴിവിനെ ബൂസ്റ്റ് ചെയ്യുക എന്നും പറയാം. മേഘങ്ങളിൽ ജലകണികകൾ ഉണ്ടാകണമെങ്കിൽ അവയെ ആകർഷിച്ച് ഘനീഭവിപ്പിക്കാൻ ഒരു ന്യൂക്ലിയസ് ആവശ്യമുണ്ട്. ക്ലൗഡ് സീഡിങ്ങിന് ഈ ന്യൂക്ലിയസായി പ്രവർത്തിക്കാൻ കഴിവുള്ള രാസവസ്തുക്കൾ പ്രധാനമായും സിൽവർ അയഡൈഡ് അല്ലെങ്കിൽ മറ്റു ഉപ്പ് കണികകൾ വിമാനങ്ങൾ വഴിയോ ഈ ഗ്രൗണ്ട് ജനറേറ്റർ വഴിയോ മേഘങ്ങളിലേക്ക് വിതറുന്നതാണ് രീതി. ഈ കണികകൾ മേഘങ്ങളിലെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് വാട്ടർ, അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിലും ദ്രാവക അവസ്ഥയിൽ തുടരുന്ന ജലഘടകങ്ങൾ തന്മാത്രകൾക്ക് ഒത്തുചേരാനും ഐസ് ക്രിസ്റ്റലുകളായി മാറാനും ഈ പ്രതലം നൽകുന്നു എന്നുള്ളതാണ് സവിശേഷത. ഈ ഐസ് ക്രിസ്റ്റലുകൾ വലുതാവുകയും ഭാരം കൂടുകയും ചെയ്യുമ്പോൾ മഴയായോ മഞ്ഞായോ താഴേക്ക് പതിക്കാറുണ്ട്. ഒരു തവണ ക്ലൗഡ് സീഡിംഗ് നടത്താൻ 64 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ക്ലൗഡ് സീഡിംഗ് വിജയിക്കണമെങ്കിൽ മതിയായ ഈർപ്പമുള്ള മേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കണം. വരണ്ട കാലാവസ്ഥയിൽ ഇത് ഫലപ്രദമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സിൽവർ അയഡൈഡ് പോലെയുള്ള രാസവസ്തുക്കൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അവ പരിസ്ഥിതിയിലും മനുഷ്യന്റെ ആരോഗ്യത്തിലും ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നതിൽ കൃത്യമായ പഠനങ്ങൾ ലഭ്യമല്ലാത്തത് തന്നെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. എങ്കിലും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലും കനത്ത മലിനീകരണം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിലും ക്ലൗഡ് സീഡിംഗ് ഒരു സാധ്യതയായി പരീക്ഷിക്കുന്നുമുണ്ട്. മഴയ്ക്ക് പകരം വിവാദങ്ങൾ പെയ്തിറങ്ങുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഡൽഹി ക്ലൗഡ് സീഡിംഗുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച നടത്തിയ ക്ലൗഡ് സീഡിംഗിൽ മഴ പെയ്യാതിരുന്നതോടുകൂടി ഇന്നലെ നിശ്ചയിച്ച 2 പരീക്ഷണങ്ങളും മാറ്റിവെക്കുകയായിരുന്നു. മേഘങ്ങളിൽ ആവശ്യത്തിന് ഈർപ്പമില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് IIT കാൻപൂർ പ്രസ്താവനയിൽ അറിയിച്ചു. സെൻട്രൽ ഡൽഹിയുടെ ആകാശത്ത് 2 ക്ലൗഡ് സീഡിംഗ് ദൗത്യങ്ങളായിരുന്നു ഇന്നലെ നടത്താൻ നിർദ്ദേശിച്ചിരുന്നത്. സംസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായി 3.21 കോടി രൂപ മുടക്കിയായിരുന്നു സർക്കാർ ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. ഈ മാസം 22 കഴിഞ്ഞ ചൊവ്വാഴ്ചയുമായി 3 തവണ ക്ലൗഡ് സീഡിംഗ് നടത്തി കൃത്രിമ മഴ പെയ്യിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരീക്ഷണം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതോടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. വായു മലിനീകരണം തടയാൻ പരാജയപ്പെട്ട BJP സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ക്ലൗഡ് സീഡിംഗ് നാടകം നടത്തുന്നത് എന്നും വലിയ തുകയുടെ അഴിമതിയാണ് നടത്തുന്നത് എന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. കാലാവസ്ഥ, അന്തരീക്ഷത്തിലെ രാസഘടകങ്ങൾ എന്നിവ കാരണം ഡൽഹി ക്ലൗഡ് സീഡിംഗിന് അനുയോജ്യമല്ല എന്ന് 3 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളതാണെന്നും എന്നിട്ടും കോടികൾ ചെലവിട്ട് പരീക്ഷണം നടത്തുന്നത് ജനങ്ങളെ പറ്റിക്കാനാണെന്നും AIP നേതാവ് സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു. എന്നാൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണത്തിൽ വിജയകരമായിരുന്നുവെന്ന് BJP അവകാശപ്പെട്ടു. BJP നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിജയത്തിൽ പ്രതിപക്ഷ പാർട്ടിയായ AIP അസൂയപ്പെടുകയാണെന്നും അവർക്ക് ചെയ്യാവുന്നതായിരുന്നത് നിലവിലെ സർക്കാർ ചെയ്യുമ്പോൾ ആരോപണങ്ങളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസ പറയുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ഡൽഹി സർക്കാരിന്റെ പരിസ്ഥിതി വകുപ്പിൽ നിന്നും അന്തിമ അനുമതി ലഭിച്ചതോടുകൂടിയാണ് കൃത്രിമ മഴയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആരംഭിച്ചത്. മുമ്പ് AIP സർക്കാരിന്റെ കാലത്തും ഇതിനായി അനുമതി തേടിയിരുന്നു. എന്നാൽ പാരിസ്ഥിതിക ആഘാതവും മറ്റ് കാരണങ്ങളാലും കൃത്രിമ മഴ പെയ്യിക്കാനുള്ള അനുമതി കേന്ദ്രം നിഷേധിക്കുകയായിരുന്നു. IIT കാൻപൂർ കൃത്രിമ മഴ പരീക്ഷണം അന്തരീക്ഷ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ ഈർപ്പത്തിന്റെ അളവ് കുറഞ്ഞ സാഹചര്യത്തിൽ പരീക്ഷണം നടത്താനാവില്ല. ചൊവ്വാഴ്ച നടത്തിയ 2 ക്ലൗഡ് സീഡിംഗ് പരീക്ഷണങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ കൃത്യമായ അല്ലെങ്കിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല എങ്കിലും നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും നേരിയ മഴ രേഖപ്പെടുത്തിയെന്ന് IIT അധികൃതർ പറയുന്നു.
മേഖലയിൽ 15% മുതൽ 20% വരെ മാത്രമാണ് ഈർപ്പത്തിന്റെ അളവ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും പരീക്ഷണം നടത്തിയ ബുറാഡി, നോർത്ത് കരോൾ ബാഗ്, മയൂർ വിഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ PM 2.5, PM 10 കണിക സാന്ദ്രതയിൽ 6% മുതൽ 10% വരെ കുറവുണ്ടായെന്നും IIT റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ തന്നെ AQI കൃത്രിമ മഴയെ സംബന്ധിച്ച വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ ഡൽഹിയിലെ വായു ഗുണനിലവാരം സൂചിക ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കണക്കനുസരിച്ച് ഡൽഹിയിൽ IQI 300 മുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ മോണിറ്ററിംഗ് കേന്ദ്രങ്ങളിലും ഇന്നലെ ഈ AQI 300 പിന്നിട്ടിട്ടുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം.